റിപ്പോർട്ട് ബ്രേക്കിംഗ്. വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് അർഹമായ ധനസഹായം നൽകുന്നതിൽ അവ്യക്തത. 25 ലക്ഷം രൂപയാണ് ധനസഹായമായി നൽകേണ്ടത്. എന്നാൽ പകുതി പോലും കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന ഉത്തരവുകളിലെ അവ്യക്തത മറയാക്കിയാണ് സർക്കാരുകൾ അർഹമായ തുക നിഷേധിക്കുന്നത്. നമുക്ക് ചില പ്രതികരണം കേട്ടുവരാം. അതായത് വന്യജീവി ആക്രമണങ്ങൾ മൂലം മരണപ്പെടുന്നവരുടെ നിയമപരമായ അവകാശികൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. 2023 കേന്ദ്രം 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണം കൊടുക്കുന്നത് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും പ്രൊജക്ട് ടൈഗറിൽ നിന്നും പ്രൊജക്ട് എലഫന്റിൽ നിന്നുമാണ് കൊടുക്കുന്നത്. അതിന് കോടാനുകൂടി രൂപ സർക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റിന്റെ 10 ലക്ഷവും സെൻട്രലിന്റെ 10 ലക്ഷവും സ്പെസിഫിക് ഡിസാസ്റ്ററിന്റെ 4 ലക്ഷവും രൂപയും എവിടെയാണ്? ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് ഗവൺമെന്റ് ഒരു MOU ഒപ്പിട്ടിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വനത്തിൽ താമസിക്കുന്നവർക്കും വനാതിർത്തിയുമായിട്ട് അതിർത്തി പങ്കിടുന്നവർക്കും മരണം സംഭവിച്ചാൽ 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഈ സാധു സ്ത്രീക്ക് ഈ വനമേഖലയുമായിട്ട് അതിർത്തി പങ്കിടുന്നിടത്ത് മരണപ്പെടുന്നവർക്ക് കൊടുക്കാൻ ന്യൂ ഇന്ത്യ അഷുറൻസുമായിട്ട് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നതനുസരിച്ച് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും കൂടെ കൂട്ടി 25 ലക്ഷം രൂപ കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് തയ്യാറാകണമെന്നാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇവിടുത്തെ സംവിധാനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. കേന്ദ്രവിഹിതമായി 6 ലക്ഷവും ദുരന്ത നിവാരണ നിധിയിലെ 4 ലക്ഷവും ചേർത്താണ് 10 ലക്ഷം നൽകുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചു. കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ആയി പ്രഖ്യാപിക്കാനിടയായ കാരണം വനം വകുപ്പിൻ്റെ പ്രവൃത്തികളെ സഹായിക്കാനാണ്, പുറമെയല്ല. അപ്പോൾ 10 ലക്ഷം രൂപ വനം വകുപ്പ് കൊണ്ടുവരുന്ന പണം കണ്ടെത്താനാകാത്ത ദുസ്ഥിതി ഉണ്ടാകുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വരെ സഹായിക്കാൻ വനം വകുപ്പിനെ സഹായിക്കാൻ കഴിയും. അങ്ങനെ 4ഉം 6ഉമായാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. VS രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഈ നഷ്ടപരിഹാര തുകയിൽ ഒരു അവ്യക്തതയുണ്ടോ? കേന്ദ്ര സർക്കാർ 10 കൊടുക്കാമെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന വിഹിതവും ഒക്കെ കൂട്ടി 10-20 ലക്ഷം രൂപ ഇവർക്ക് ലഭിക്കേണ്ടതാണോ? എന്താണ് ഇതിനകത്തൊരു അവ്യക്തത തുടരാൻ കാരണം VS രഞ്ജിത്ത്? ഡോക്ടർ കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് 2-3 ഉത്തരവുകളുടെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം വായിക്കാം. 2018 കേരള സംസ്ഥാനത്ത് ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്കുള്ള ധനസഹായത്തിൻ്റെ വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിവൈസ്ഡ് ഓർഡർ വന്നിരുന്നു. ആ ഓർഡർ പ്രകാരം പറയുന്നത് ഈ കേരളത്തിൻ്റെ 1980 കേരള റൂൾസ് ഫോർ പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ടു വിക്ടിംസ് എന്നുള്ള പറയുന്ന കേരളത്തിൻ്റെ ആക്ട് പ്രകാരം വന്യജീവികളുടെ കേരളത്തിൻ്റെ ചട്ടപ്രകാരം 5 ലക്ഷം ധനസഹായം എന്നുള്ളത് 10 ലക്ഷമായി ഉയർത്തുന്നു എന്ന് 2018 ഉത്തരവുണ്ട്. അപ്പോൾ 2018 മുതൽ കേരളത്തിൽ ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അതിൽ കേന്ദ്ര വിഹിതവും പെടുന്നുണ്ട്. പക്ഷേ 2023 ഡിസംബർ 22 കേന്ദ്ര സർക്കാർ ഒരു റിവൈസ്ഡ് കോമ്പൻസേഷൻ്റെ ഉത്തരവിടുന്നു. ആ ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാർ പറയുന്നു ഡെത്ത് ഉണ്ടാവുന്ന സമയത്ത് 10 ലക്ഷം രൂപ ധനസഹായം കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇത് കഴിഞ്ഞ വർഷമാണ് 2024 മറ്റൊരു ഓർഡർ വരുന്നു. കേരളത്തിൻ്റെ ഒരു പ്രത്യേക ദുരന്തമായി, സവിശേഷ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കുന്നു. അതിന് 4 ലക്ഷം രൂപ കൊടുക്കും. ഇങ്ങനെ 3 വ്യത്യസ്തമായ ഓർഡറുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ 3 ഓർഡറുകൾ കൃത്യമാണെങ്കിൽ ഈ 3 ഓർഡറിൽ എവിടെയും പറയുന്നില്ല ഇതെല്ലാം കൂടി ചേർത്തൊരു 10 ലക്ഷം കൊടുക്കാമെന്നല്ല പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിലോ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിലോ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സവിശേഷ ദുരന്തത്തിന് ഉത്തരവിലോ ഇതിലൊരു വ്യക്തതയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന 10 ലക്ഷം എന്ന് പറയുന്നത് 2018 ഉത്തരവെന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ വിഹിതവും സംസ്ഥാനത്തിൻ്റെ വിഹിതവും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇൻഷുറൻസ് വിഹിതവും എല്ലാം ചേർത്താണെന്ന്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഈ വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അത് ഇവർക്ക് കിട്ടേണ്ടതാണ്. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ 2023 റിവൈസ്ഡ് കോമ്പൻസേഷൻ ഉത്തരവ് പ്രകാരം 10 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അത് ഈ ടൈഗർ റിസർവിൻ്റെ ഒക്കെ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം 2018 മുതൽ സംസ്ഥാന സർക്കാർ അവരുടെ സ്വന്തം ആക്ട് പ്രകാരം തന്നെ പറയുന്നു 10 ലക്ഷം കൊടുക്കാമെന്ന്. അപ്പോൾ ഈ ആക്ടുകളിൽ ഒന്നും തന്നെ ഇത് എത്രയാണ് ടോട്ടൽ ആകത്തുകയായി കർഷകന് ലഭിക്കുക എന്ന കാര്യത്തിലൊരു അവ്യക്തതയുണ്ട്. കർഷകർ ഈ 3 ഉത്തരവും വെച്ച് മനസ്സിലാക്കുന്നത് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായം
10 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം, 4 ലക്ഷം രൂപ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചതിൻ്റെ ധനസഹായം, 1 ലക്ഷം രൂപ ഇൻഷുറൻസ്, അങ്ങനെ 25 ലക്ഷം രൂപ കിട്ടണമെന്നാണ്. പക്ഷേ അല്പം മുമ്പ് AK ശശീന്ദ്രൻ പറയുന്നു ഈ 10 ലക്ഷം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 6 ലക്ഷം തരുന്നു, സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച വകയിൽ ദുരന്ത നിവാരണ ഫണ്ടിന് 4 ലക്ഷം കിട്ടുന്നു. ഇതിലാണ് 10 ലക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ഉത്തരവുകളിൽ ഒരു അവ്യക്തതയുണ്ട്. ഈ ഉത്തരവുകൾ വ്യക്തത വരുത്തി എന്താണ് ഈ 10 ലക്ഷത്തിന്റെ കണക്ക് എന്ന് പറയേണ്ടതുണ്ട്. ഇതിൽ കേന്ദ്രം എത്രയാണ് തരുന്നതെന്ന് പറയേണ്ടതുണ്ട്. കേന്ദ്രം പ്രഖ്യാപിച്ച 10 ലക്ഷം എങ്ങനെയാണ് കേരളത്തിന് കിട്ടുന്നതെന്ന് പറയേണ്ടതുണ്ട്. അതിൽ എത്രയാണ് കർഷകന്റെ വിഹിതമെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു അവ്യക്തമായ 3 ഉത്തരവുകൾ മാത്രമാണ് കർഷകരുടെ കയ്യിലുള്ളത്. അതിലൊരു വ്യക്തതക്കുറവുണ്ട്. മന്ത്രി പറഞ്ഞതിനകത്തും ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, താങ്ക് യു. സജിത് അതിൽ വ്യക്തത വരുത്തട്ടെ, മന്ത്രി തന്നെ വ്യക്തത വരുത്തട്ടെ, വനംവകുപ്പ് തന്നെ വ്യക്തത വരുത്തട്ടെ. കൂടുതൽ പണം ഇവർക്ക് ആ കുടുംബത്തിന് അല്പമെങ്കിലും ആശ്വാസമാകും. പക്ഷേ പണം കൊണ്ട് മനുഷ്യനെ തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്നതും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും.